നമ്മുടെ ഇന്നത്തെ തലമുറയിൽ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നൊരു കാര്യമാണ് വയറിന് ചുറ്റും ഫാറ്റ് നന്നായിട്ട് അടിഞ്ഞു കൊടുത്തിന് വയറ് നന്നായി ചാടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് എക്സസൈസ് ചെയ്തു, യോഗ ചെയ്തു, അതുപോലെ തന്നെ ജിം ചെയ്യുന്നുണ്ട്, എന്നിട്ടൊന്നും അതിലൊരു മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കുള്ള കുറച്ച് ടിപ്സാണെന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ റിച്ച് ഫുഡ്സ്, അതുപോലെ തന്നെ ഫൈബർ റിച്ച് ഫുഡ്സൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുക. അതായത് ചോറിൻ്റെ ഒക്കെ അളവ് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നുള്ളത് നമ്മുടെ ഒരു ആഴ്ചയിൽ 3 ദിവസമെങ്കിലും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിൽ തന്നെ അബ്ഡോമിനൽ എക്സസൈസ് വളരെ നിർബന്ധമാണ്. പിന്നുള്ളത് നടക്കാൻ പറ്റുകയാണെങ്കിൽ നടക്കുക, അതല്ല ഓടാൻ പറ്റുകയാണെന്നെങ്കിൽ അതും ചെയ്യുക. അതും വളരെയധികം നല്ലതാണ്. പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും ഇതിലൊരു മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഫസ്റ്റ് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, പിന്നെ ഒരു USG ഒരു സ്കാനിങ്, ഒരു അബ്ഡോമിനൽ സ്കാനിങ് പറ്റുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഹോർമോണൽ ടെസ്റ്റും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ ഈ ഒരു വയറിന് ചുറ്റും ഫാറ്റ് അടിഞ്ഞു കൂടാൻ കാരണമാവാറുണ്ട്. അപ്പോൾ നമ്മൾ പട്ടിണി കിടന്നാൽ ഒരിക്കലും ആ ഒരു ബെല്ലി ഫാറ്റ് കുറയുകയില്ല. നമ്മൾ ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിച്ചാൽ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, വാട്ടർ ഇൻടേക്ക് കൂട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്.